ചോദ്യം, ആത്മീയ ജീവിതത്തിനാണോ ഭൗതിക ജീവിതത്തിനാണോ നിന്റെ മുൻഗണന? എന്താണ് ചോദ്യം? ഈ ജീവിതത്തിനാണോ ഭൗതിക ജീവിതത്തിനാണോ നിന്റെ മുൻഗണന? പിള്ളേരോട് നമ്മൾ പറയാറുണ്ട്, ആദ്യം ചോദ്യം വായിച്ചു പഠിക്കണം, അല്ലേ കിച്ചു? ചോദ്യം വായിച്ചു പഠിക്കണമെന്ന് പറയാറുണ്ട് പിള്ളേരോട്. ഭൗതിക അപ്പൊ ചോദ്യം ക്ലിയർ ആവട്ടെ. ആത്മീയ ജീവിതത്തിനാണോ ഭൗതിക ജീവിതത്തിനാണോ നിന്റെ മുൻഗണന? അപ്പോൾ ഇന്നത്തെ ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലം, ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു തളർവാദ രോഗിയെ കുറച്ചു പേര് ചുമന്നുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈശോ ഇപ്പൊ തന്നെ കൈ നീട്ടും, തൊടും, അയാളെ സുഖപ്പെടുത്തും, അയാള് ഉഷാറായിട്ട് അരിയും ചുമന്നുകൊണ്ട്, അരിയല്ല കട്ടിലും ചുമന്നുകൊണ്ട്, ഹാല് നമുക്ക് ഇവിടെ കട്ടിലില്ലാത്തതുകൊണ്ട് അരി ചുമന്നുകൊണ്ട് പോകും. ഓക്കെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈശോയുടെ മുൻഗണന അതിനല്ല. അതാണ് ഭൗതികമായ മുൻഗണന എന്ന് പറയുന്നത്. ഈശോയുടെ മുൻഗണന ആത്മീയമായ ജീവിതത്തിനാണ്. ഈശോ അയാളുടെ ഭൗതിക ജീവിതത്തെ അല്ല ആദ്യം അഡ്രസ് ചെയ്യുന്നത്. ഈശോ അയാളോട് പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതായത് ഈശോയുടെ കോൺസെൻട്രേഷൻ, ഫസ്റ്റ് ഫോക്കസ്, പ്രൈമറി ഫോക്കസ്, മുൻഗണന എന്ന് പറയുന്നത് ഇയാളെ ആത്മീയമായി രക്ഷിക്കുക, ഇയാളെ സ്വർഗത്തിന് യോഗ്യനാക്കുക. എന്തിനാണ് അയാളോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്? ഈ പാപങ്ങളോടുകൂടെ നിനക്ക് നിത്യജീവൻ അവകാശമാക്കാൻ പറ്റില്ല. നിനക്ക് ഒരു സ്പിരിച്വലി ഹെൽത്തി പേഴ്സൺ ആവാൻ പറ്റില്ല. അതുകൊണ്ട് നീ ആദ്യം സ്വർഗത്തിന് യോഗ്യനായിട്ട് മാറണം. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നമ്മൾ കാണുകയാണ് ഈശോ അയാളോട് പറയുകയാണ്, കട്ടിലുമെടുത്ത് നടക്കുക. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, നിന്റെ മുൻഗണന ആത്മീയ ജീവിതത്തിനാണോ ഭൗതിക ജീവിതത്തിനാണോ? നമ്മൾ പലപ്പോഴും ഓടി നടക്കുന്നതും പരക്കം പായുന്നതും തലകുത്തിമറിയുന്നതും എല്ലാം നമ്മുടെ ഭൗതിക ജീവിതം ശരിയാക്കണം. റൈറ്റ്? നമ്മുടെ പ്രൈമറി ഫോക്കസ് പലപ്പോഴും ഈ ആത്മീയ ജീവിതത്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യം, ഈശോ പറയുന്നത് മുൻഗണനയല്ല, രണ്ടാമത്തെ കാര്യം ഒന്നാമത് വെക്കുകയാണ്. അതിനെയാണ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഒന്നാമത്, രണ്ടാമത്തെ കാര്യം രണ്ടാമത്, മൂന്നാമത്തെ കാര്യം മൂന്നാമത്. അതിനെയാണ് ഓർഡർ എന്ന് പറയുന്നത്, ക്രമം എന്ന് പറയുന്നത്. ഈ ക്രമം തെറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാറേ? അക്രമം എന്ന് പറയുന്നത്. ക്രമം തെറ്റിക്കുന്നതിനെയാണ് അക്രമം എന്ന് പറയുന്നത്. ക്രമമില്ലാത്ത അവസ്ഥയാണ് അക്രമം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ കാര്യത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ ഭൗതിക കാര്യത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ആത്മീയ കാര്യം രണ്ടാമതായിട്ട് വെക്കുകയും ചെയ്യുമ്പോൾ ക്രമമില്ലാതെ ആവുകയാണ്. ഈശോ ഒരു ക്രമം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കും. അപ്പോ ആ ക്രമം ഉണ്ടാകുമ്പോഴാണ് പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകുന്നത്. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമുക്ക് ഇന്ന് ഈ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കാനുള്ളൊരു നിയോഗം ഇതാണ്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം, അതായത് നമ്മളുടെ ആത്മാവിന്റെ രക്ഷ, ഈശോയുമായിട്ടുള്ള ബന്ധം, അത് ഒന്നാമതായി തീരുമാനിക്കാനും മറ്റുള്ള കാര്യങ്ങൾ അതിന്റെ പിറകെ ചെയ്യാനുമൊക്കെയുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ശരിയായ മുൻഗണനാ ക്രമം ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടക്കാം. നമ്മളുടെ ചോദ്യം മനസ്സിൽ ഒന്നുകൂടെ നമ്മുടെ ആത്മാവിനെ പരിശോധിക്കാനുള്ളൊരു ചോദ്യമാണ്, ആത്മീയ ജീവിതത്തിനാണോ ഭൗതിക ജീവിതത്തിനാണോ നിന്റെ മുൻഗണന? നമ്മുടെ അനുദിന ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിന് മുൻഗണന കൊടുക്കാതെ, ഒന്നാം സ്ഥാനം കൊടുക്കാതെ, ഭൗതികമായ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് ജീവിച്ചുപോയ സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുഭവിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിക്കുമ്പോൾ നമ്മളുടെ പാപം മൂലം വിരൂപമാക്കപ്പെട്ട ഈശോയുടെ തിരുമുഖം നമ്മുടെ ഹൃദയ തുവാല കൊണ്ട് തുടയ്ക്കുകയും
ഈശോ നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ഹൃദയത്തിൽ തന്റെ തിരുമുഖം പതിപ്പിച്ചു തരികയും ചെയ്ത ഒരു അത്ഭുതം ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം. ഈശോയേ, 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 ഈശോയേ,